റോക്കേഴ്സ് എന്റർടൈൻമെന്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇവിടെ ഒന്നും പറയില്ല. റോക്കേഴ്സ് എന്റർടൈൻമെന്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ജീവിതത്തിലും അവന്റെ ജീവിതത്തിലും ഇക്ലേഷ് മുട്ടായി ഇത്രയേറെ പ്രാധാന്യമുണ്ടെന്ന് നമ്മളെ പണ്ടത്തെ തമ്പുരാൻ പോലും വിചാരിക്കും. ഈ ഒരൊറ്റ ഡയലോഗ് മതി ഇദ്ദേഹത്തെ നമുക്ക് മനസ്സിലാവാൻ. വേറെ ഒന്നും നമ്മുടെ സ്വന്തം ശിവ, ഡയറക്ടർ ശിവ. എന്തായി ത്രിമൂർത്തി ഫൈനൽ റിലീസാവും എന്ന് വിശ്വസിക്കുന്നു. വളരെ നല്ല അപ്ഡേറ്റ് ആണ് പോയിട്ടിരിക്കുന്നത്. ഈ ഫസ്റ്റ് ലുക്ക് ഇതാണ് ത്രിമൂർത്തിയുടെ ഫസ്റ്റ് ലുക്ക്. ഒരു ചോദ്യം, ഈ ഇതിൽ മാത്യൂസ് എന്നുള്ള ക്യാരക്ടർ ഒരാൾ ചെയ്തില്ലേ? ആ ക്യാരക്ടർ അദ്ദേഹത്തിനോട് ആദ്യം ഇല്ല, എന്റെ മനസ്സിൽ ഈ കാസ്റ്റിംഗ് മൊത്തത്തില് ചേഞ്ച് ആയിരുന്നു. ബർമൻ വേറെ ആൾക്കാർ എഴുതിയത്, മാത്യൂസ് വേറെ ആൾക്കാർ എഴുതിയത്. പക്ഷെ സാഹചര്യം കാരണം അത് നേരത്തെ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വന്നപ്പോ ബർമൻ ചെയ്യേണ്ട ആൾ വേറെ ചെയ്തു, മാത്യൂസ് വേറെ ആൾ ചെയ്തു. പിന്നെ മാത്യൂസ് എന്ന് പറയുന്ന ക്യാരക്ടർ താടി മീശയൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ ഫിക്സിക്ക് താടി മീശക്കാരാണ് കുറവായിരുന്നു. പിന്നെ അത് മാറ്റിയാക്കി. പിന്നെ ആ പുള്ളി അടിപൊളി ചെയ്തിട്ടുണ്ട്. അത് സീൻ വരുമ്പോൾ മനസ്സിലാവും. പക്ഷെ പുള്ളിക്ക് മാത്രം സീൻ ഇഷ്ടപ്പെടുന്നത് എന്റെ അഭിപ്രായം. ബാക്കി നമുക്ക് ഇഷ്ടമാവും, ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രഷർ നിറഞ്ഞ ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡേറ്റ് പല ആവർത്തിച്ച് മാറി ദീപാവലിക്ക്, ക്രിസ്മസ്, ന്യൂ ഇയർ, ഇപ്പോൾ പൊങ്കൽ, ഇങ്ങനെ മാറി വരികയാണ്. അപ്പൊ ഡയറക്ടർ എന്ന നിലയ്ക്ക് താങ്കൾ ഇത്രത്തോളം പ്രഷറാണ് ഈ ഇതിൽ? ഞാൻ ആക്ച്വലി എടുത്ത എല്ലാവരുടെയും പ്രഷർ ആയിരുന്നു. പക്ഷെ ഇത് കുറച്ചധികം കാര്യം ആദ്യം നമുക്ക് മഴ സമയത്താണ് ഷൂട്ടിംഗ് തുടങ്ങി. മഴ കാരണം നമുക്ക് നമ്മുടെ ഷൂട്ടിൽ മാറ്റേണ്ടി ഫുൾ മഴയായിരുന്നു. ഷൂട്ടിംഗ് പോവും, മഴ പെയ്യും, തിരിച്ചു വരും. അപ്പൊ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്സ് ആൾക്കാരൊക്കെ സെറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ടിലാണ് ഇത്ര ഡിലേ ആയത്. അപ്പൊ ഡിലേ ആയതിന് അതിനുള്ള ഔട്ട്പുട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരും നിരാശ ആവില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒരു 3 ക്യാരക്ടർ പോസ്റ്റർ ഇപ്പോ ഒരു അപ്ഡേറ്റ് റിലീസായിരിക്കുകയാണ്. ആദ്യം റിലീസായ ക്യാരക്ടർ വർമ്മൻ. എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് താങ്കൾ പറയുന്നത്? ഇദ്ദേഹം നല്ല ഡെഡിക്കേഷൻ ഉള്ള വ്യക്തിയാണ്. പിന്നെ നമ്മള് സമയത്തിന് ആളെ കിട്ടാനുള്ള പാടും. പുള്ളി പല ബിസിനസ്സിലെ ഒരു വ്യക്തി തോന്നുന്നു. ഇപ്പോൾ ബിസി ആയിരിക്കും, ഫുൾ ഫോൺ ടൈം. നമ്മൾ ആരെയും വിളിച്ച പോവാം, എല്ലാവരും സഹായിക്കുന്ന ഒരു വ്യക്തിയാകും. നമുക്ക് ആ സമയത്ത് പുള്ളി ഡാറ്റി കിട്ടാറുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പുള്ളി അന്ന് നമ്മൾ ഈ 2 ദിവസത്തേക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പുള്ളിയെ തീർക്കാൻ കാരണം അത് 1 ദിവസം ആകേണ്ടി വന്നു. പക്ഷെ എന്നാലും പുള്ളി നല്ല ചെയ്യുന്നുണ്ട്. നല്ലൊരു ആക്ടറാണ്, നല്ല ബോഡി സ്കിൽസുള്ളവരാണ്, പറയുന്നത് ചെയ്യുന്നുണ്ട്. പിന്നെ ആളെ കിട്ടാനാണ് പാട്. അതായത് നമുക്ക് ഒരാളെ പിടിച്ചു നിർത്തി അഭിനയിപ്പിക്കേണ്ട കാര്യം നമുക്ക് ബുദ്ധിമുട്ടാണ്. അല്ലാതെ പുള്ളിയുടെ ആക്ടിങ് ഓക്കെയാണ്, അടിപൊളിയാണ്. അടുത്ത വീട്ടിൽ പുള്ളി എടുക്കണം ആഗ്രഹം. പക്ഷെ പുള്ളി ബിസിയാണ് ഇപ്പോൾ. കിട്ടിയാൽ നോക്കാം. അല്ലാതെ അടുത്തതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതിലെ ക്യാമറാമാൻ. അദ്ദേഹത്തിന്റെ ആ ഒരു ക്ഷമ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം എങ്ങനെയാണ് ഇതില് അദ്ദേഹം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും. കുറെ സീൻസും കാണാൻ അടിപൊളിയായിരിക്കും. പറഞ്ഞാൽ എനിക്കിവിടെ ഈ ഷർട്ട് എനിക്ക് സെറ്റ് ആണെന്ന് അത് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് കാണാൻ മനസ്സിലാവും ഓരോ ഷർട്ടിനെ പറ്റി. പിന്നെ ചില ഷർട്ടുകളൊക്കെ കുറച്ച് ഡള്ളായിട്ടുണ്ട്. പക്ഷെ അതൊന്നും തുറക്കാൻ കാരണം അതൊരു വിഷയമല്ല. പക്ഷെ ഞാൻ കണ്ടത് ഒരു 100% ഷർട്ട് ആയി വന്നിട്ടുണ്ടോ എന്റെ അഭിപ്രായം. പുള്ളി നല്ല ഓക്കറാണ്. പുള്ളി ഒരു ക്യാരക്ടർ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് ഈ സമയം കിട്ടിയില്ല. അപ്പൊ പുള്ളി ക്യാമറയിൽ ഫുൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി അതിന് വേണ്ടി സമയം ഒതുക്കി. നമ്മളപ്പം വിളിച്ചാൽ മാത്രമേക്കും സപ്പോർട്ട് ചെയ്യും. പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ വർക്ക് എന്തെങ്കിലും കാണുമ്പോൾ പുള്ളിയുടെ വർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവും, കാണാൻ എല്ലാവർക്കും മനസ്സിലാവും. അടിപൊളി ചെയ്തിട്ടുണ്ട്.
ഒരു ആക്ടിങ് എന്ന് പറഞ്ഞ രീതിയിൽ പുള്ളി ഭയങ്കര ഡിഫറെന്റ് ആണ്. കാര്യം ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന്റെ മൊത്തം പഠിക്കും. നമ്മളത് എക്സാമിനെല്ലാം പോകുമ്പോൾ കാണാപാഠം പഠിക്കും. എക്സാമിന് പോകുമ്പോൾ മനസ്സിലാക്കി പഠിക്കുന്നവരുണ്ട്, കാണാപാഠം പഠിക്കുന്നുണ്ട്. പക്ഷെ പുള്ളി ഇത് നേരെ തിരിച്ചാണ്, കാണാപാഠമാണ്. ഒരു എക്സാം പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മൊത്തം കാണാപാഠം അങ്ങനെ ഫുള്ളാ പഠിച്ച് കാണാതെ എഴുതുന്ന ആൾക്കാരുണ്ട്. അതേപോലെയാണ് ഈ വ്യക്തിയുടെ ആക്ടിങ്. ആക്ടിങ് ഒരാളെ ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ ആദ്യമായിട്ട് എനിക്ക് കാണാൻ പഠിക്കും. പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ പെർഫെക്റ്റ് ആയിട്ട് നല്ല അത് ക്ലിയർ ആയിരുന്നു. അത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവങ്ങേരിച്ചത് അതേ ഇതാണ് സ്ക്രീനിൽ വരുന്നത്. ഈ സ്ക്രീനിൽ ഈ തെളിമുഖത്തിൽ ഹൈലൈറ്റ് സീൻ ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് വരുന്നത്. അടിപൊളിയായിരിക്കും. അടുത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതിന്റെ എഡിറ്റിംഗ്. അത് ഇനി ഒരു 10% ഉണ്ടെന്ന് ഒരു അപ്ഡേറ്റ് താങ്കൾ ഇതിന് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. എങ്ങനെയായിരുന്നു വർക്ക്? അയാളുടെ എന്റെ കഴിഞ്ഞ 4 പ്രോജക്റ്റിലും അയാളാണല്ലോ. അത് നമ്മളെല്ലാം കണ്ടതാണ്. അതെല്ലാം അയാളില്ലാണ്ട് നമുക്ക് വീഡിയോ പുറത്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയാളില്ലാണ്ട് നമ്മളെ വീഡിയോ ഭംഗിയാവാനും ഇത്രയ്ക്ക് അടിപൊളി ആവാനും അങ്ങേരിക്കാണ്ട് പറ്റത്തില്ല. ഞാൻ ഡയറക്ഷൻ ആയത് എന്റെ ഒരു വലം കൈ, എന്റെ ഒരു ഘടകം നമ്മളെ വീഡിയോയുടെ ഒരു ഇതാണ്. ഞാൻ ഈ സാഹചര്യത്തിൽ അങ്ങേറ്റ ബിഗ് താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നു. വെരി വെരി താങ്ക്സ്. നീ ഇല്ലാണ്ട് ഇതില്ല. ബാക്കി അവർ കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായം നിനക്ക് ഭയങ്കര ആളുകൾ ഫാൻസ് ആണ്. പിന്നെ ഇത് പേര് പറയാനും കുറച്ചുകൂടെ ഫാൻസ് തരും. അതിൽ 2 ഫാൻസ് എനിക്ക് കൊടുക്കണം പ്ലീസ് പ്ലീസ്. എന്താണ് ഇദ്ദേഹത്തെ നമുക്കൊന്നും പറയില്ല. പുള്ളി ഈ ക്യാരക്ടർ പുള്ളിക്കല്ല വെച്ചിരുന്നത്, വ്യക്തിക്കാണ് വെച്ചിരുന്നത്. പക്ഷെ പുള്ളിക്ക് കൊടുത്ത ആളെന്നെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ചോദിച്ചു ചെയ്യുമോ ചെയ്യാൻ പറഞ്ഞു. പുള്ളി ഇപ്പം 5 ദിവസത്തെ നാട്ടിൽ ലീവിന് വന്നായിരുന്നു. പുള്ളി പുറത്താണ്. 5 ദിവസത്തിനായിട്ടാണ് 5 ദിവസം 2 ദിവസത്തിനായിട്ടാണ് പുള്ളി ചെയ്തത്. പക്ഷെ പുള്ളി പറഞ്ഞതുപോലെ അടിപൊളി ചെയ്തിട്ടുണ്ട്. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളിക്ക് ഭയങ്കര അപ്രാളാകും. ഇന്നിറങ്ങും ഭയങ്കര അപ്രാളാകും. അത് ചെയ്തിട്ട് വേണ്ട ഉടനെ. അതുകൊണ്ട് അടിപൊളിയായിരിക്കും. കണ്ടിട്ട് പ്രതി പറയണം. ഈ ഒരു വീഡിയോ 4 പേരാണ് മെയിൻ ലീഡ് റോളിൽ അഭിനയിക്കുന്ന 4 ഹീറോസ് ഉണ്ട്. ഇവർ പോലെ 5ാമത് ഒരാളുണ്ട്. എന്തെങ്കിലും ഈ കഴിഞ്ഞ വീഡിയോസിൽ നിന്ന് എന്തെങ്കിലും ലിങ്ക് നമ്മുടെ ലോകത്തിലെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് പറയാം. പറയാം. അത് എന്നാണ് ഫാൻസ് വിശേഷിപ്പിക്കുന്ന നാമം ശിവ സിനിമാറ്റിക് യൂണിവേഴ്സ്. സംഭവം ബാക്കി അപ്പോൾ എല്ലാവർക്കും സമാധാനമായി അദ്ദേഹം പറയുന്നത്. കുറെ വാട്സാപ്പ് ചെയ്ത് തുടങ്ങിയ സമയം തൊട്ടേ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയിൽ പരമുന്ന ഒരു സാധനമാണ് ഈ വേറെ ആരെങ്കിലും ഇത് വരുമോ എന്നുള്ളത്. ചെയ്തിട്ടുണ്ട്. വരാതെ പോകണം. വന്ന് സിനിമ എന്താണ് അടുത്ത സബ്ജക്ട്? എന്തെങ്കിലും ഐഡിയ? സബ്ജക്ട് നമ്മളിപ്പോ എല്ലാം ഒരു സ്കൂപ്പ് വീഡിയോ ചെയ്തോണ്ട് ആളുകൾ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി സ്വന്തമായിട്ട് ഇറക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിറയെ പറഞ്ഞു വീഡിയോ സ്വന്തമായി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അടുത്ത സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത സംഭവം തുടങ്ങുന്ന ആഗ്രഹമുണ്ട്. ദിവസമായി തുടങ്ങി കഴിഞ്ഞാൽ അത് ഉടനെ ഷൂട്ടിംഗ് തുടങ്ങും. നമ്മൾ അടുത്ത വീഡിയോ ഓക്കേസിന്റെ അടുത്ത ബാൻഡില്ലാതെ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഐഡിയ മനസ്സിലാവുന്നുണ്ടോ? ഐഡിയ മാത്രമല്ല, സ്ക്രിപ്റ്റ് നോക്കണം, ഡയലോഗ് നോക്കണം, കാസ്റ്റിംഗ് നോക്കണം. പിന്നെ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ആവശ്യമുണ്ടാകാൻ നോക്കണം. പിന്നെ സ്പോൺസർ വേണം. സ്പോൺസർ എല്ലാ ഓക്കേസാണ് ചെയ്യുന്നത്. ഇതിൽ വേറൊരു സ്പോൺസർ കൂടെ ലിങ്ക് ആവുമെന്ന് സംസാരിച്ചിരുന്നു. അവൻ കൂടെ വരികയാണെങ്കിൽ ആ വീഡിയോ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് കണ്ടു വിചാരിക്കുന്നു. അത് നമ്മള് റോക്കേസിന്റെ ആദ്യത്തെ ഇടയിൽ ഒരു വീഡിയോ
പ്രോഗ്രസിന് വരുന്നുണ്ട് ഷോർട്ട് സ്ക്രിപ്റ്റില് വരുന്നു. വരുന്നുണ്ട്. അത് ഫസ്റ്റ് ഡാർക്ക് അത് നമ്മുടെ ഡാഡിയോട് ചെയ്യുന്നത്. അതാണ് നമ്മുടെ പ്രോഗ്രസിന്റെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ. അത് നിങ്ങൾ എല്ലാവരും കേട്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ അതിന് വെയിറ്റിംഗ് ആണ് ഡാർക്കിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഈ സ്പെഷ്യൽ നമ്മുടെ എത്രമൂർത്തി എന്ന ഈ സ്പൂഫ് വീഡിയോയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിനുണ്ട്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് പ്രേക്ഷകരോട് താങ്കൾക്ക് എന്താണ് പറയുന്നത്? പ്രേക്ഷകരോട് ഈ കൂടെ ഒന്നും പറയാനില്ല, പറയാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഓവർ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. വലിയ വീഡിയോസ് ഒന്നുമില്ല. നമ്മളെ ജയലാൽ ഭൂമിയുടെ പ്രൈമേഴ്സിനെ കണ്ട് ഇൻസ്പിറേഷൻ ആയി എനിക്ക് ചെയ്യുന്ന ആഗ്രഹം തോന്നി ഞാൻ ചെയ്തൊക്കെയാണ്. അത് അതേപോലെ ചെയ്യുന്നുണ്ടോ വേറെ വീഡിയോ നല്ല വീഡിയോ വന്നിരിക്കും അതേപോലെ ആകുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സ്റ്റൈലിൽ സാധാരണ മൊബൈൽ ഐഫോൺ പുതിയ സാധനമാണ്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് നമ്മളെ സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമ്മുടെ അടുത്ത വീഡിയോ ഇതിനെ നിങ്ങൾ ഈ സപ്പോർട്ട് കാരണം അടുത്ത വീഡിയോ ഇതിനെ മേടിച്ച് നമ്മൾ ഇത് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് തന്നുകൊണ്ട് അതിന്റെ പേരാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യണം. അപ്പോൾ റോക്കേഴ്സ് എന്റർടൈൻമെന്റ് എല്ലാ പ്രേക്ഷകർക്കും മറ്റു പ്രേക്ഷകർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി പൊങ്കൽ. ഹാപ്പി പൊങ്കൽ. തിരുവനന്തപുരത്തിന്റെ പേരിലും റോക്കേഴ്സിന്റെ പേരിലും നമുക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നമ്മൾ ഹാപ്പി പൊങ്കൽ നേരുന്നു. അപ്പൊ എല്ലാവരും ഹാപ്പി പൊങ്കൽ. വീഡിയോ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.